ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ സാബ്ര ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. ഏകദേശം ചെറുതായിട്ട് ലേറ്റായി. അപ്പോഴത്തേക്ക് അമ്മായി പത്തിൽ ചുട്ടിട്ടുണ്ട്. ഇന്നലെ തലേ ദിവസത്തെ കടലക്കറി കുറച്ചുണ്ടായിരുന്നു. ഇവിടെ അപ്പം അങ്ങനെ ഫുഡൊന്നും വേസ്റ്റ് ആക്കാറില്ല. അങ്ങനെ ഉള്ള കറിയെല്ലാം ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഓരോരുത്തർ പരിപാടിയിലാണ്. അമ്മായി മക്കളെ സ്കൂളിൽ അയക്കുക, അങ്ങനത്തെ പരിപാടി. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഉമ്മയില്ല. രാവിലെ ഉമ്മ ഇവിടെ പോയിട്ടുണ്ട്, അതിന് ഉമ്മയില്ല. വാപ്പാക്ക് ചായ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാപ്പ ചായ കുടിക്കുന്നു, വാപ്പാക്ക് ജോലിക്ക് പോകണം. അങ്ങനെയെല്ലാം മക്കളെ വിശേഷങ്ങൾ. പിന്നെ മേലെ ഉണ്ട്, നിക്കായപ്പോൾ വിളിക്കണം, ചായ കുടിക്കണം. അതിന് ഇന്ന് കുറച്ച് ചില പരിപാടികളൊക്കെ ഉണ്ട്. നേരത്തെ ജോലി ഒതുക്കണം. പെട്ടെന്ന് സിസ്റ്ററുടെ വീട് വരെ ഒന്ന് പോകണം. എന്നുവെച്ചാൽ ഓൻ്റെ പെങ്ങളെ വീട്ടിലൊന്ന് പോകണം. തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. അതുകൊണ്ട് മക്കളെ രാവിലെ ആകുമ്പോൾ നല്ല വൈബാണ്. അവിടുത്തെ പിള്ളേരെ സംസാരവും ഒച്ചയും തൊട്ടടുത്തായതുകൊണ്ട് നല്ല വൈബാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല രസമാണ്. ഒരാളും അനക്കം ഒച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ റൂമിലേക്ക് വന്ന് കായ കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പോൾ ആൾ റൂമിലില്ല, വാഷ്റൂമിലാണ്. ഇനി റൂമെല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെക്കണം, തൂക്കണം. രാത്രി ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ലാസ്റ്റ് പരിപാടി. അടുക്കളയും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതൊക്കെ തന്നെയാണ്. റൂമിലേക്ക് ചെന്നപ്പം കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ തുണിയും കൊണ്ട് താഴേക്ക് ഇക്കായം വിളിച്ച് താഴേക്ക് തുണിയും കൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തൊട്ടസൈഡിൽ വാപ്പയുണ്ട്. വാപ്പ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേച്ച് ഇന്ന് നേരത്തെ വാപ്പ ചായയൊക്കെ കുടിച്ചേട്ടാ. ചായ കുടിച്ചിട്ട് വന്ന് മേലെ നിൽക്കുന്നത് നിങ്ങൾ ആദ്യം കണ്ടില്ലേ. വാപ്പക്ക് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ വാപ്പ മേലെ നിന്ന് എന്നോട് ചോദിച്ചിങ്ങനെ എന്താ സബ്സ്ക്രൈബറൊക്കെ കയറുന്നുണ്ടോ, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരാൾ സുന്ദര കുട്ടപ്പനായിട്ട് സ്കൂളിൽ പോയിട്ട് നിൽക്കുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെ പിന്നെ അമ്മായി രാവിലെ മക്കളെ സ്കൂളിലേക്ക് അയക്കുക, അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് അയക്കുക, അതൊക്കെയാണ് അമ്മയുടെ തിരക്ക് രാവിലത്തെ. അങ്ങനെ ഞങ്ങളും രാവിലെ പത്തിലും നല്ല കടലക്കറിയൊക്കെ കഴിച്ചു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് പറയും. എങ്ങോട്ടാ? പ്രാവില്ല ഇവിടെ. പൊയ്ക്ക. അനക്കുള്ള സാധനം ഇവിടെ ഇല്ല. മീൻ മേടിച്ചില്ല. മീൻ മേടിക്കുമ്പോ വന്നാൽ മതി. പോയിക്കോ. ആ ഇതില് പ്രാവിന് എനിക്കുള്ള മര്യാദ കൊണ്ട് കൊണ്ട് പോകും കേട്ടാ. അപ്പൊ അടങ്ങോ ഈ ഉളുപ്പില്ലാതെ ഓടി. എനിക്ക് വയറ്റിലുള്ളത് കൊണ്ടാട്ടോ ഞാൻ ചെയ്യാത്തത്. ഇങ്ങോട്ട് തടയി തരുന്നത്. ആ ഇതിനടുത്ത വയറ്റിലെത്തി. എനിക്ക് തന്നെയാ പണി. മാസത്തിൽ 4 തവണ പ്രസവിക്കല് കൊടുക്കല്ല. എനിക്ക് മീനായ തരും. മീൻ മേടിച്ചിട്ടില്ല. ഇങ്ങോട്ട് തരണം. അവിടെ ഇരുന്നു കണ്ടാ. ഇവരുടെ പ്രശ്നം എന്താ പറയുക, ഇവര് ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയാം പാത്തു. ആദ്യം എന്താ ഉണ്ടാക്കുന്നുള്ളതിന്റെ ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യണോ എടുത്ത് വെക്കണം. അപ്പം മനസ്സിലാവും ഇന്ന സാധനങ്ങൾ ഇല്ല. അപ്പൊ ഒരുമിച്ചിട്ട് എന്താക്കാം, ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി മേടിച്ചിരും. ഇത് ഒന്നെടുക്കും, ചെയ്തോണ്ടിരിക്കും. മറ്റേതെടുക്കാൻ നോക്കുമ്പോൾ അതുണ്ടാവില്ല. അങ്ങനെ പറയും ചെല്ലി സാധനം ഇല്ല, അടുക്കള പോയിട്ട് വീട് പോയി മേടിച്ചിട്ടുണ്ട് അവർ. അത് മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത സാധനം തപ്പും. അങ്ങനെ അതും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെയും വീട് പോകേണ്ടി വരും. അതൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോടാ. ഒരു കയ്പൊക്കെ ഉണ്ട്. ഉപ്പേരിക്ക് ഇതുണ്ട്. എന്താന്നറിയാവോ, മറ്റേ പേരാട്ടോടാ ഇതുണ്ട്, അമരക്കയും ഉണ്ട്. ഏതെടുക്കണം? ഇതുണ്ട്, അമരക്കയും ഉണ്ട്. അമേരിക്ക എല്ലാം പെണ്ണുങ്ങൾ കണക്കെടുത്തട്ടാ. അമ്മായി പോവോ? ഫുൾ എടുക്കണം, വേണ്ടല്ലോ. കുറച്ച് പോലെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാൽ നമുക്ക് പിന്നെ ഇവര് രണ്ടാളും കൂടി തീരുമാനിക്കുന്നു. പിഷ്കത്തികളാ. ആ പാത്ത് ചപ്പ് കണ്ട അപ്പ ഓടും പിടുന്നു. നല്ല തീരുമാനം. ഞാനാണെങ്കിൽ വെള്ളത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. അയ്യോ നഞ്ഞോയേ. അമ്മേന്റെ നിർദ്ദേശമാണ്. എന്താ ഈ പറ. ഇത് കുനുവിന അരിഞ്ഞിട്ട് വരട്ടണം. ഇത് കറി വെക്കണം. ഇത് 3 തക്കാളി. ഇതൊക്കെ എന്താ? അതൊക്കെ നാളത്തേക്ക് എടുക്കാം. അത് മൊത്തം ഞാൻ ഇന്നലെ നേരെ ഫുള്ളായിട്ട് ഒന്നായിട്ട് ഇട്ടതാ. ഇത് ഇങ്ങനെ ഇരുന്ന് ഒരു പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ മുകളിൽ ആ കവറിലാക്കി ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചൂടെ.
കണ്ട സ്ഥലത്തെല്ലാം കൊണ്ട് ഇടും. ആടെല്ലാം മറ്റേ സോപ്പിന്റെ വെള്ളം ഉണ്ടാവില്ലേ? നിങ്ങൾ തീരെ പോകുന്നില്ല നിങ്ങൾക്ക്. ഇതാ സോപ്പിന്റെ ഇവിടെ അടുത്തുണ്ട്. ഇതിനൊക്കെ കൂടെ കൊണ്ടിട്ട് എന്താ ഇത് വാശിന് എന്തല്ലോ? എന്നാ പിന്നെ തറയിലിട്ടേക്ക് വാശിട്ട് എടുക്കുന്നല്ലേ? ആ മലക്കറി പീടിയിൽ അങ്ങനെ പലതും ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ആക്കല. നമ്മൾ തറയിലിട്ടേക്ക് ഇല്ല മിറ്റത്ത് കൊണ്ടിട്ടേക്ക് ആവശ്യം എടുക്കാലോ. വാശി ചെയ്യുന്നുണ്ടല്ലോ. സോപ്പുണ്ട് മര്യാദക്ക് നോക്കി കണ്ടും പണിയുണ്ട്. ഓളെ ദേഷ്യപ്പെടുമ്പോ സൂചിപ്പിക്കുന്നു. ഏതാ ഈ പ്ലേറ്റ് കണക്കുള്ളതാ വാശിന്? ഓ മൈ ഗാഡ്. എന്നാ പിന്നെ ഞങ്ങള് ഇതാ വാശിയുണ്ട്. ഇത് വെച്ചുവിടാ. കിഴങ്ങോ? എന്നെ കിഴങ്ങനെ വിളിക്കുന്നുണ്ടല്ലേ? കിഴങ്ങ് ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ. കിഴങ്ങ് പച്ചമുളകും ഉണ്ട്. പച്ചമുളക് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഇടുക. കാരണം വെച്ചാൽ കവറില്ല. കുറച്ച് പച്ചമുളക് നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ആവശ്യം ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ഡീസന്റ് എന്തുണ്ടായിരുന്നു. വെജിറ്റബിൾ അല്ലേ? എന്നാ പിന്നെ അരിയും ഇവിടെ എടുത്തേക്ക്. അരി വാശിയുന്നുണ്ടല്ലോ. അരി വേറെ ഇത് വേറെ എല്ലാം ഒന്ന് തന്നെയാ. അരി വാശി ചെയ്യുന്നുണ്ടല്ലോ. വാശി ചെയ്യുന്നുണ്ടല്ലോ. വാശി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയില്ലേ? അരി പറക്കെടുക്കാൻ പറ്റൂല. അത് വടിച്ചെടുക്കാലോ. വടിയുണ്ട് ഇതാ. എന്തേ വാശി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്ത് ഉപയോഗിച്ചാലും എന്താ പ്രശ്നം? ആ ഇതെല്ലാം എന്റെ എനക്കുള്ള പണികളാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതും വാഷ് ചെയ്യണം. ഇത് കട്ടിങ്ങിലേക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ തിരക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പച്ചക്കറി എല്ലാം വരി വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുനുവിന അരിയാനുള്ളതുണ്ട്. വെണ്ടക്കായ പാത്ത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ ഹാഫാക്കണം, മുറിക്കണം. അയ്യോ സാധനം അപ്പൊ ഇന്നും കഴിച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചിടാമല്ലോ. കൂടി ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പാത്ത് ഇത് എണ്ണ ഏൽപ്പിച്ചിട്ട് പാത്ത് ആടുന്ന് പ്ലേറ്റ് വാഷ് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മ ആടുന്ന് വാഷിംഗ് പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഓക്കെ, ഞങ്ങളിത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറി. മൂക്കിൽ കട്ട് ചെയ്തിട്ടാ ഇല്ലല്ലോ. അങ്ങനെ ഗൈസ് നമ്മള് മുട്ടായി രണ്ടൊരു മുട്ടായി ഉണ്ടല്ലോ ഇവിടെ. ഇന്നലെ ഇപ്പൊ മറന്നു മാഷ് പൊട്ടുന്നു. എടുത്ത് തിന്നരുതാ. എന്റെ മുട്ടായ എന്റെ കാലി എന്താ പണിയെടുക്കാൻ സമ്മതിക്കില്ലാന്ന്. എന്താ ചെയ്യാ? എന്തെന്നാ പറ്റില്ല എന്നിട്ട് പൊടി അതോ എന്നിട്ട് പോരല്ലേ? അങ്ങനെ നമ്മളെങ്ങനെയാ നമ്മളെങ്ങനെയാ എന്ന് 4 മുളകല്ലോ. 4 മുളക് വേണോ? പിന്നെ 2 പൊടിയുണ്ട്, 2 പൊടിയുണ്ട്. ആ അത് നല്ലൊരു തീരുമാനമാണ്. നമുക്ക് പെട്ടെന്ന് സ്പീഡായി കഴിഞ്ഞാല് വെറുതെ ഉത്തിരിക്കാം. തല കാണുന്നില്ല ഗൈസ്. പറയണ്ടേ? തക്കാളിയിൽ തക്കാളി എടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാല് കണ്ട പുഴു ഉണ്ട്. കണ്ടാ പുഴു ഉണ്ട്. കണ്ടാ ഇതില് പുഴു ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. തക്കാളിയൊക്കെ എടുക്കുമ്പോ മാക്സിമം ശ്രദ്ധിച്ചിട്ട് എടുക്കട്ടാ. കട്ട് ചെയ്യാനും പറയാനും പറ്റൂല. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂ? കട്ട് യെസ് ഓഫ് കോഴ്സ്. ഇത് കുരുവിന് ഇതല്ലേ സൈസ്? അത് തന്നെ സൈസ്. ഞാൻ ചെയ്തത്
നമ്മൾ നേരത്തെ വെട്ടിവെച്ച സാമഗ്രികളൊക്കെ ഇതിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ഇവിടുന്ന് തിളക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അരി അപ്പുറത്ത് തിളക്കുന്നു, കറി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഉപ്പേരിക്കുള്ളത് വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ വെട്ടിയായിരുന്നു. ഇതിൽ കോമഡി എന്ന് വെച്ചാൽ ഒന്ന് വലിയ സൈസും ഒന്ന് ചെറിയ സൈസുമാണ്. കാരണം വെട്ടുമ്പോൾ വലിയ സൈസ് എന്നോട് പറഞ്ഞില്ല. ഞാൻ എളുപ്പപ്പണി കുറച്ച് സൈസ് കൂട്ടിയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പം പറഞ്ഞു ആ സൈസ് വേണ്ട, ചെറുതാക്കണം. പിന്നെ അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ച് കൊണ്ടുപോയി. ഇങ്ങനെയാണ് പാത്ത് കുറച്ച് കലിപ്പിലാണ്, വേറൊന്നല്ല. കലിപ്പ് കലിപ്പ് ഇങ്ങോട്ട് പത്ത് കലിപ്പ് ഇങ്ങോട്ടോ. പ്രേക്ഷകരെ നോക്കൂ. ഹലോ ഹലോ ചിരിക്കരുത, കോമഡി ഇല്ലാത്ത സീനിൽ ചിരിക്കരുത. ഗൗരവത്തോടു കൂടി വെട്ടുന്ന പാത്തു. ഇതാണ് പാത്തുവിന്റെ ഗൗരവം. ചിരിക്കരുത്. പിന്നെ അതിലേക്കുള്ള മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. എല്ലാം ആവശ്യത്തിന് മാത്രം ഇടുക, ആവശ്യത്തിന് അനുസരിച്ച് ഇടുക. ക്വാണ്ടിറ്റി എത്രയാണുള്ളത് അതിനനുസരിച്ച് ഇടുക. കൂടി പോകരുത്, കുറഞ്ഞു പോകരുത്. എല്ലാം ഒരു കലയാണ് അല്ലേ പത്തു? ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. അതിന് മുന്നേ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ മനസ്സിലാവും. അതൊരു കഴിവാണ്, കലയാണല്ലേ പത്തു? കലിപ്പ് കലിപ്പ് വെച്ചിട്ട് ചെറുക്കുന്ന പാത്തു. കലിപ്പ് മാറിയില്ല ഗൈസ്. പാത്തുവിന്റെ കലിപ്പ് മാറുന്നില്ല ഗൈസ്. തേങ്ങ വേണ്ടി വരണോ പ്ലീസ്? ഭയങ്കര ശക്തിയില്ല തിരുമ്പോ. എന്താ തേങ്ങ എല്ലാ പോലെയും പോകണം. തേങ്ങ അരപ്പൊക്കെ കഴിഞ്ഞ് തേങ്ങ മിക്സിയിലിട്ട് അരക്കുന്നു. തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് തേങ്ങ മിക്സിയിലിട്ട് അരക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ചോറ് ഇങ്ങനെ തിളക്കുന്നുണ്ട്. നല്ല മൂത്താശ്ശേരി വന്ന് ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. കുറച്ചും കൂടി വേവണം എന്ന് പറഞ്ഞിട്ടാണ് മൂത്താശ്ശേരി പോയിട്ടുള്ളത്. മൂത്താശ്ശേരി വിളിക്കുന്നുണ്ട്. മൂത്താശ്ശേരി വരുന്നുണ്ട്. അങ്ങനെ മൂത്താശ്ശേരി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മൂത്താശ്ശേരി വന്നിട്ടാണ്. ഇതാണ് നമ്മളെ മൂത്താശ്ശേരി ഇവിടുത്തെ. ഇപ്പൊ ഉമ്മയല്ല ഔട്ട്. ഇതാണ് നമ്മളെ മൂത്തുമ്മ ഇവിടെ. അല്ലേ? അങ്ങനെ എന്താ പറയാ? മൂത്തുമ്മ, വല്യമ്മ അല്ലേ? ഏട്ടത്തി അമ്മ അല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏട്ടത്തി അമ്മ. പിന്നെ ഇത് അനിയത്തി അമ്മ. അത് കഞ്ഞിക്കാലം വടക്കായി പോയതല്ലേ ഇങ്ങനെ കൂട്ടലല്ല. മറ്റേ അതില്ലേ നമ്മള് ചൂടുള്ള സാധനമൊക്കെ ഉണ്ടാക്കിട്ട് ഊറ്റേണ്ട വരൂലേ, അന്നേരം എടുക്കുന്ന സാധനം അത്. ഞങ്ങള് ഉപ്പേരി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഞാൻ അമ്മേരൊക്കെ ഉപ്പേരി വെക്കുമ്പോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. വേറെ ഒന്നിനുമല്ല, അമ്മേരൊക്കെ കുറച്ച് വേവുള്ള സാധനം. അപ്പം കുറച്ച് വെന്ത് കിട്ടണം നമുക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചു. അത് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. എണ്ണയും കടുക് ഒഴിച്ചതിന് ശേഷം ഞാൻ അമരക്കയും ഉള്ളിയും പിന്നെ പച്ചമുളകും ലേശം തേങ്ങ തിരികിയത് അങ്ങിട്ട് കൊടുത്തത് കേട്ടാ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, വെന്ത് കിട്ടാനാണ്. ഓക്കെ, വെള്ളം കൂടി കുറച്ച് സമയം പിടിക്കില്ല. വെള്ളം ചൂട് കിട്ടില്ലേ? അത് ആവിയിൽ വെന്ത് കിട്ടും. ആ ഉള്ള വെള്ളത്തിൽ വെന്ത് കിട്ടും. ഓക്കെ, നമ്മൾ സ്ഥിരം കാണുന്നായിരിക്കില്ലേ കടുക് വിട്ട മെയിൻ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. കടുക് പൊട്ടിപ്പിക്കല് ആഹാര പദാർത്ഥങ്ങളില്ലേ, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, അതൊക്കെ മെയിൻ ആണ്. ഓക്കെ, അങ്ങനെയാണല്ലേ ഗൈസ്? അറിയാത്തവരുണ്ടെങ്കിൽ പാത്തു പഠിപ്പിച്ചു തരുന്ന. അതിൽ കടുകാണ് ഉലുവയാണ് ഇടുന്നത്. തിരിച്ചെടുത്തു ഗൈസ്. കൈപ്പക്കകത്ത് ഉലുവയാണോ കടുകാണോ പൊട്ടിച്ചിരുന്ന? ഹെഡ് ഓഫീസ് ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. കടുകാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ശരി ഉത്തരമാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ശരി ഉത്തരമാണെങ്കിൽ അയ്യോ കടുക് പൊട്ടി തെറിക്കണ്ടേ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഓക്കെ, അടിപൊളി കറി കേട്ടോ. അത് അടിപൊളി കറിയാണ്. അടിപൊളി കറിയാണ്, കഴിച്ചിട്ട് പറയാം. ഓക്കെ, അത്
ഇത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മസാല ഇട്ടതാണല്ലോ, വീണ്ടും എന്തിനാ? ആ കളർ വ്യത്യാസം. നമ്മൾ അതാ ഞാൻ ചോദിച്ചത്, റിസൾട്ട് ആയി വരുമ്പോഴല്ലേ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഗുണം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്താണെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ചേർത്തേണ്ടി വരും അല്ലേ? ഓക്കെ, അതാണ് കാര്യങ്ങളൊക്കെ അടുത്തത്. അങ്ങനെ മക്കളെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മീൻ മേടിക്കണം. ഉമ്മ ഇല്ലാത്തത് കൊണ്ട് മീൻ വാങ്ങുന്ന പണി ഇപ്പം ഞങ്ങൾക്കാണ്. അങ്ങനെ ഞാനും ഇക്കായും കൂടി സ്കൂട്ടിയിൽ പോയി മീൻ മേടിച്ചിട്ട് വന്ന് ഇനി അത് കട്ട് ചെയ്യുക, അത് ക്ലീൻ ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യുക. അതാണ് ഇനി ലാസ്റ്റ് പരിപാടി. ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് പോയത്. പിന്നെ ഈ മീൻ്റെ പരിപാടിയും കൂടെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ മീൻ കട്ട് ചെയ്യാം. അങ്ങനെ മീൻ വറുക്കുകയാണ്. മീൻ എന്തായാലും മസ്റ്റാണ്. എന്തായാലും നമ്മൾ മീൻ ഡെയിലി വാങ്ങാറുണ്ട്. അങ്ങനെ കറി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി പൊരിക്കലാണ് പതിവ്. ഇങ്ങനെ കയ്പ്പക്ക കറിയും നല്ല തേങ്ങാക്കറിയും, അങ്ങനെ ഇത് പഴയ കറിയും ചൂടാക്കിയിട്ടുണ്ട്. റിസൾട്ട് പരിപാടിയാണ് ഇതൊക്കെയുള്ളൂ. ഇനി അടുക്കള ക്ലീൻ ചെയ്യണം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മണിബെൽ അമർത്താൻ മറക്കല്ലേ. ഓക്കെ, ബൈ.